ഇന്ന് ലോകത്ത് ഇന്ന് എല്ലായിടത്തും നമ്മൾ പല പ്രസ്ഥാനങ്ങളെയും കാണുന്നു. പക്ഷെ ആ പ്രസ്ഥാനങ്ങളിലൊക്കെ വഹാബി സ്വാധീനം വന്നു കഴിഞ്ഞു. അത് ഇനിയിപ്പോൾ ഒരു വഴക്കിനില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇത് പൊളിച്ച് നിങ്ങളോട് പറയാത്തത്. സുന്നി പ്രസ്ഥാനങ്ങൾ പോലും അതിൻ്റെ ഉള്ളിൽ വഹാബിസം മുളച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ബോധ്യപ്പെടുള്ളൂ. ഇപ്പം ഞാനത് തുറന്ന് പറയുമ്പോൾ കേൾക്കും ഒരു സുഖം ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ്. അത് പക്ഷെ സത്യമാണ്. സുന്നി പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ പോലും വഹാബിസം മുളച്ചു കഴിഞ്ഞു. ഇപ്പം ഞങ്ങളത് പൊളിച്ചിട്ടില്ല. ഞങ്ങളങ്ങനെ അതൊക്കെ അവർക്ക് അകക്കണ്ണില്ലാത്തത് കൊണ്ടാണ്. ചില ആളുകൾ പറയുന്നുണ്ട് എന്താ ഇങ്ങനെ ഇന്നാലിന്നെ നിങ്ങളെ സംഘടനയിലല്ലേ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് ഞാൻ അവരെ കുറ്റം പറയല്ല, അവർക്ക് അന്തമില്ലാത്തത് കൊണ്ടാണ് പറയുന്നത്. അവരെ പ്രസ്ഥാനത്തിൽ ഇതിനേക്കാൾ വഹാബിസം കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാൻ അകക്കണ്ണ് ഉള്ള ഒരാൾ അവരെ കൂട്ടത്തിൽ ഇല്ലാതെ പോയതാണ് പ്രശ്നം. ഞാനവരെ കുറ്റം പറയുന്നില്ല കേട്ടോ. കാരണം മനുഷ്യർ അസഹനീയരാവും. കുറ്റാണെന്ന് കണ്ട അസഹനീയരാവുകയാണ്. കുറ്റമില്ലാത്തത് കൊണ്ടല്ലേ ഞാൻ പറയാത്തത്. പിന്നെന്താണ്? മനുഷ്യർ അസഹനീയരാവുക. അത് വളരെ ചിന്തിക്കണം. ഞാൻ സമസ്തക്കാരനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ഞാനിൻ്റെ ആളാണല്ലോ. മറ്റൊന്നിനെ പറ്റി പറയാത്തത് അത് ശുദ്ധമാണ് എന്ന് അവർ ധരിക്കേണ്ട. അവരെ കൂട്ടത്തിൽ ഒരു റഹ്മത്തൊന്നും അല്ലാതെ പോയി എന്നുള്ളത് അവരുടെ നഷ്ടമാണ്. അതാണ് ഒരു പ്രശ്നം. ഞാൻ അകക്കണ്ണുണ്ട് എന്ന് പറയല്ല. എൻ്റെ മശായിഖന്മാർ അകക്കണ്ണുള്ളവരാണ്. ഞാനീ പറയുന്നത് മുഴുവനും ദേഷ്യപ്പെട്ട് പറയുകയല്ല, ഒരു വേദന പറയുക എന്നുള്ളതാണ്. വേദനയാണ്, അല്ലാതെ ഒന്നുമില്ല. ഈ പ്രശ്നങ്ങളൊക്കെ ഈ ആളുകൾ തന്നെ ഒന്നതിലേക്ക് ശ്രദ്ധിച്ച് ആ പ്രശ്നം പരിഹരിച്ചാൽ അവരനുവദിക്കുകയാണെങ്കിൽ അവർ ചെരുപ്പെടുത്ത് ഒരു ദിവസം പിന്നാലെ നടക്കും. അവരെത്ര ഇന്നേക്കാൾ പ്രായത്തിൽ താഴെയുള്ളവരാണെങ്കിൽ പോലും എനിക്കിതിൻ്റെ പിന്നിൽ റബ്ബിൻ്റെ പൊരുത്തമല്ല, അതൊന്നും ആഗ്രഹമില്ല. അവർക്ക് മുന്നേ മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ സൂഫി ഇസ്ലാമിൽ തന്നെയും നിലവിലുള്ള ഒരു സാമൂഹികമായി സൂഫി ഇസ്ലാമിനെ വിലയിരുത്തുമ്പോൾ അതെല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് ചേഞ്ച് ആയി കഴിഞ്ഞു. എല്ലാം ഇപ്പൊ സൂഫി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രൊപ്പഗണ്ടകൾ ആവശ്യമില്ല, പരസ്യം ആവശ്യമില്ല, പത്രങ്ങൾ ആവശ്യമില്ല, ചാനലുകൾ ആവശ്യമില്ല. വളരെ നമ്മൾ ചിന്തിക്കണം. അതൊക്കെ ആഴത്തിൽ നമ്മൾ അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഈ ഭൗതികമായ മേലാപ്പിനെ നമ്മൾ അണിയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെയും കൂടി നമ്മൾ ഏറ്റെടുക്കണം. അപ്പം നമ്മൾ അറിയാതെ നമ്മളല്ലാതായി മാറും.